മത്സരത്തിന് ഇറങ്ങിയിട്ടും CPM-നെ തള്ളാതെ സുധാകരനെ തള്ളിപ്പറഞ്ഞ് CPM നേതാക്കൾ. കടന്നാക്രമിച്ച സജി ചെറിയാൻ. സുധാകരനെതിരെ ജന്മനാട്ടിൽ പ്രകടനം. ആലപ്പുഴയിലെ മുതിർന്ന CPM അംഗമായിരുന്ന സുധാകരൻ 60 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. നേതാക്കൾ കൂട്ടത്തോടെ സുധാകരനെതിരെ പ്രസ്താവനയുമായി രംഗത്തെത്തി. എന്നാൽ പാർട്ടി ബന്ധം അവസാനിപ്പിച്ചിട്ടും CPM-നെയോ സർക്കാരിനെയോ തള്ളിപ്പറയാൻ സുധാകരൻ കൂട്ടാക്കിയിട്ടില്ല. മാത്രവുമല്ല, കോൺഗ്രസ് പിന്തുണ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സുധാകരനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കടന്നാക്രമണമാണ് ഇന്നലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 15ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിയെയോ പാർട്ടി രേഖയോ ആക്ഷേപിക്കില്ല. പാർട്ടിക്ക് വേണ്ടി ജീവിച്ചയാളാണ്. ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കെതിരെയും വ്യക്തിഹത്യ നടത്തുന്നില്ല. ആരുടെയും പിന്തുണ തേടില്ലെന്നും മത്സരം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെയല്ലെന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സുധാകരൻ പാർട്ടി ജീവിതം നയിക്കുന്ന തന്നെ വ്യക്തിഹത്യ ചെയ്തതാണ് ഈ മാറ്റത്തിന് കാരണമെന്നും പറഞ്ഞിരുന്നു. മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത് വാർത്തയാക്കിയത് ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് സുധാകരൻ ആരോപിച്ചു. സജി ചെറിയാനെതിരെയും സുധാകരൻ വിമർശനം ഉന്നയിച്ചു. UDF പിന്തുണയോടെ മത്സരിക്കുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും ചില മാധ്യമങ്ങൾ താൻ കോൺഗ്രസുമായി ചർച്ച നടത്തിയെന്ന വാർത്ത പ്രചരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. MA ബേബി സന്ദർശിച്ചിരുന്നുവെന്നും പിന്നാലെ R നാസറും സുജാതയും വന്ന് കണ്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സുജാതയും ഹരിശങ്കറും തന്റെ ബന്ധുക്കളാണെന്നും ആരും ഒരു ദൗത്യവുമായും തന്റെ അടുത്ത് വന്നിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് തന്റെ പ്ലസ് പോയിന്റ് ആണെന്നും സുധാകരൻ പറഞ്ഞു. സുധാകരനെതിരെ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ രംഗത്ത് വന്നു. സുധാകരന്റെ നിലപാട് പാർട്ടിയെയും LDF-നെയും ദുർബലപ്പെടുത്തുന്നതാണെന്നും UDF-നെ സഹായിക്കുന്ന നിലപാടാണെന്നും നാസർ പറഞ്ഞു. സുധാകരന് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ടെന്നും ഒരു കാലത്തും അവഗണിച്ചിട്ടില്ലെന്നും നാസർ പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ഒരു പുതിയ ബ്രാഞ്ച് തന്നെ രൂപീകരിച്ചു. മെമ്പർഷിപ്പ് പുതുക്കാൻ ഫോം നൽകി. സുധാകരനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഫോം തരാത്തത് കൊണ്ടാണ് മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായത്. സുധാകരൻ ഏറെ നാളായി അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കിയതെന്നും നാസർ ആരോപിച്ചു. സുധാകരൻ അപജയമുണ്ടായി. മാർക്സിസ്റ്റ് ആശയങ്ങൾ പഠിപ്പിച്ചയാളാണ് ഇത്തരം നിലപാടെടുത്തത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം പിന്മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നാസർ പറഞ്ഞു. മനസ്സ് കുറ്റബോധം കൊണ്ട് തകരാത്ത ഒരു ദിവസവും സുധാകരന് മുന്നിൽ ഉണ്ടാവില്ലെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ പറഞ്ഞു. ഇടതുപക്ഷ പ്രസ്ഥാനം വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം പോയി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കും? പാർട്ടി നയത്തോട് വിയോജിപ്പില്ലാത്ത സുധാകരന് എന്ത് സംഭവിച്ചുവെന്നും ബാലൻ ചോദിച്ചു. നിയമസഭയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അതിന് സാധാരണ നിലയിൽ കഴിഞ്ഞില്ല. 75 പ്രായം കഴിഞ്ഞ ഞങ്ങൾ എല്ലാവരും ഒഴിവായത് പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണെന്നും AK ബാലൻ പറഞ്ഞു. സുധാകരന് എങ്ങനെ കോൺഗ്രസ് കാപാലികർക്കൊപ്പം പോകാൻ സാധിക്കുമെന്നും AK ബാലൻ ചോദിച്ചു. അവരുടെ പിന്തുണയോടെ എങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കഴിയും? രക്തസാക്ഷിയായ അദ്ദേഹത്തിന്റെ അനിയൻ സഖാവ് ഭുവനേശ്വറിന്റെ പേര് എങ്ങനെ ഓർക്കുമെന്നും ബാലൻ ചോദിച്ചു. തൊഴിലാളി വർഗ കൂറുള്ള ഒരു മനസ്സ് ചെങ്കൊടി കണ്ടാലും രക്തസാക്ഷി സ്തൂപം കണ്ടാലും മുദ്രാവാക്യം വിളിച്ചു പോവും. കോൺഗ്രസുമായി ഒത്തുപോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആളാണ് സുധാകരൻ. ആ സുധാകരൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. സുധാകരനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുതിർന്ന CPM നേതാവ് MM മണി പ്രതികരിച്ചു. സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നെങ്കിൽ പോകട്ടെ എന്നും ആരെയും പാർട്ടിക്കുള്ളിൽ അയ്യോ മോനെ പോകല്ലേ എന്ന് പറഞ്ഞ് കെട്ടിയിട്ടിട്ടില്ലെന്നും മണി പറഞ്ഞു. സുധാകരൻ പാർട്ടി വിടുന്നത് വ്യക്തിപരമായ തീരുമാനമാണെന്നും എന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും മണി കൂട്ടിച്ചേർത്തു. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള വമ്പൻ സ്രാവുകൾ നയിച്ച പാർട്ടിയാണ് ആലപ്പുഴയിലേതെന്നും ഒരാൾ പോയാൽ പാർട്ടി തകരില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. രൂക്ഷ വിമർശനമാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയതും. സുധാകരൻ മത്സരിക്കുന്നത് കൊണ്ട് ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു ചുക്കം സംഭവിക്കാൻ പോകില്ലെന്നും സജി ചെറിയാൻ പരിഹസിച്ചു. പാർട്ടിയെ തള്ളിപ്പറയേണ്ട തരത്തിൽ ഒരു ദ്രോഹവും CPM സുധാകരനോട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി അവസാന നിമിഷം വരെ ശ്രമിച്ചിരുന്നതായി സജി ചെറിയാൻ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പോലും പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു. സുധാകരനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനാണ് പാർട്ടി എപ്പോഴും ആഗ്രഹിച്ചത്. എന്നാൽ ഇത്രയും കാലം എല്ലാ പദവികളും അംഗീകാരങ്ങളും നൽകി വളർത്തിയ പാർട്ടിയെ എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ തള്ളിപ്പറയുന്നതെന്ന് സജി ചെറിയാൻ ചോദിച്ചു. അമ്പലപ്പുഴയിലെ വോട്ടർമാർ പാർട്ടി ചിഹ്നത്തിലും രാഷ്ട്രീയത്തിലുമാണ് വോട്ട് ചെയ്യുന്നത്, വ്യക്തികൾക്കല്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. സുധാകരനെതിരെ ജന്മനാടായ ചാരുമൂട്ടിൽ നിന്നും കരിമുളയ്ക്കൽ ഭുവനേശ്വർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രകടനം നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവൻ, ചാരുമൂട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി B ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. നൂറുകണക്കിന് പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തിയതോടെ അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പാടെ മാറിയിരിക്കുകയാണ്. CPM കോട്ടയായ അമ്പലപ്പുഴയിൽ സുധാകരന്റെ സാന്നിധ്യം ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ആശങ്ക പ്രവർത്തകർക്കിടയിലുണ്ട്. എന്നാൽ ഔദ്യോഗികമായി സുധാകരനെ തള്ളിപ്പറയുന്ന നിലപാടാണ് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്.